UDF ഗവൺമെന്റ് അങ്ങോട്ട് കയറി പറയാണ് ഈ നിയമം അനുസരിച്ചുള്ള അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയുള്ള ബോർഡാണ് വേണ്ടത്. ഇപ്പോൾ വന്ന ബോർഡ് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ഈ ബോർഡിനെ പിരിച്ചുവിടണം. ഞങ്ങൾ അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് പുനഃസംഘടിപ്പിച്ചോളാം. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇന്ത്യ ഗവൺമെന്റ് BJPയുടെ നേതൃത്വമുള്ള ഗവൺമെന്റാണ്. BJPയുടെ നേതൃത്വം RSSനാണ്. RSSന് എല്ലാ കാര്യത്തിലും RSSന്റെ അജണ്ടയുണ്ട്. അവരൊരു വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ നിയമ ഭേദഗതിയിൽ അവർ പറഞ്ഞത് അമുസ്ലിങ്ങൾ വഖഫ് ബോർഡിൽ വേണമെന്നാണ്. എല്ലാവരും എതിർത്തു. അതിന് മതനിരപേക്ഷ ശക്തികൾ ആകെ എതിർത്തു. പാർലമെന്റിൽ വലിയ വിമർശനം അതിനെതിരെ ഉയർന്നു. സംസ്ഥാന നിയമസഭ ഏകണ്ഠമായി പ്രമേയം അംഗീകരിച്ചു. വലിയ വിമർശനം ഉയർന്നു. സംസ്ഥാന ഗവൺമെന്റ് അതിനെതിരെ കോടതിയിൽ പോയി. അന്ന് LDF ഗവൺമെന്റാണ്. കോടതിയിൽ ആ കേസ് എടുക്കുകയാണ്. ഇതിനിടയ്ക്ക് നിയമം അവിടെ പാസ്സായി. ആ നിയമം അനുസരിച്ചുള്ള വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ട ഘട്ടം വന്നു. പഴയ വഖഫ് ബോർഡിൻ്റെ കാലപരിധി കഴിഞ്ഞു. ഞങ്ങളെ പുനഃസംഘടിപ്പിക്കേണ്ട ഘട്ടം വന്നു. ആ പുനഃസംഘടന നടത്തി. എങ്ങനെ? നിയമത്തിൽ പറഞ്ഞ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല, അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ പുനഃസംഘടന നടത്തി. ആ ഭാഗം കൂടി ഒഴിച്ചിട്ടു. ബോർഡ് നടക്കുകയാണ്, ബോർഡ് പ്രവർത്തിക്കുകയാണ്, ഒരു തർക്കവുമില്ല. ബോർഡ് പ്രവർത്തിച്ചു വരുന്നു. സംഘപരിവാർ താല്പര്യത്തോടെ അതിനെതിരെ ഒരു ഹർജി പോയി കോടതിയിൽ. അപ്പോൾ LDF ഗവൺമെന്റ് അല്ല, UDF ഗവൺമെന്റാണ്. UDF ഗവൺമെന്റ് അങ്ങോട്ട് കയറി പറയാണ് ഈ നിയമം അനുസരിച്ചുള്ള അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയുള്ള ബോർഡാണ് വേണ്ടത്. ഇപ്പോൾ വന്ന ബോർഡ് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ഈ ബോർഡിനെ പിരിച്ചുവിടണം. ഞങ്ങൾ അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് പുനഃസംഘടിപ്പിച്ചോളാം. എന്താണിത്? രാജ്യത്തൊട്ടേറെ മതങ്ങളില്ലേ? ആ മതങ്ങൾക്കെല്ലാം വിവിധ തരത്തിലുള്ള മതസ്ഥാപനങ്ങളില്ലേ? ഏതെങ്കിലും ഒരു മതത്തിന് ആ മതത്തിൽ പെടാത്ത ആളുകൾ ഉൾപ്പെടുന്ന ആ സ്ഥാപനത്തിൻ്റെ ഭരണ സംവിധാനമുണ്ടോ? ഒന്നുമില്ല. എന്തേ ഇവിടെ മാത്രം അത് വരാൻ കാരണം? അത് RSS അജണ്ട. ആ RSS അജണ്ടയ്ക്ക് എങ്ങനെ കീഴ്പ്പെടു നിലവരുന്നു? ഇവിടെ ആരാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ് അമുസ്ലിങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചോളാം എന്ന് പറയുന്നത്. എന്താണ് UDF ഗവൺമെന്റ് നയം? ഇത് RSSനുള്ള കീഴ്പ്പെടലല്ലേ? ഇതിൽ പരം കീഴടങ്ങൽ വേറെയുണ്ടോ? ഇതൊരു ഭാഗം. നമ്മുടെ